എടാ കാര്യം 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു നിന്നോട് സോറി പറയാൻ, നീ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പോയി അവളുടെ അപ്പനോട് പറ. അവിടെ ചോദിക്കും. ആ അവിടെ. ചേട്ടാ ഈ കുന്നൽ എവിടെ? നേരെ നേരെ തന്നെ പോയാ. നേരെ നേരെ പോണോ? നേരെ തന്നെ പോയാ. അവിടെ കാണൂടാ. നോക്കടാ. ഇനി എവിടെ ചെന്നിട്ട് അവനെ കണ്ടുപിടിക്കാം. ശരിയാക്കടാ. എന്താണ് എന്താ പരിപാടി? കല്യാണം വല്ലതും ആയോ? ഇല്ല ബാബുട്ടേ, ബർത്ത്ഡേ ആയിരിക്കും അല്ലേ? താങ്ക് യു. ഗോപി ഞാൻ സോറി. ഗോപി ഞാൻ അത്രയും വേദനിപ്പിച്ചു. ഐ എം റിയലി സോറി. പ്ലീസ് ഗോപി, ഞാൻ പറയുന്ന കേക്ക്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അന്ന് താൻ എന്നോട് പറഞ്ഞ ഞാൻ തിരിച്ച് തന്നോട് പറഞ്ഞ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ എന്റെ മാനസിക നിങ്ങളെയൊക്കെ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് ഓരോന്ന് മാറ്റി പറഞ്ഞ ഞാനത് തന്റെ കളിക്കൂട്ടായിരുന്നോ? അതെന്റെ മിസ്റ്റേക്ക് തന്നെയാ. അന്ന് ആ ഇന്റർവ്യൂവിന് പാസ്സായ എല്ലാവരും ചീറ്റ് ചെയ്യപ്പെട്ടു. എല്ലാവരുടെയും കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയും വാങ്ങി അവർ മുങ്ങി. അതിൽ ഞാൻ പെടാറുന്നത് നിങ്ങൾ കാരണോ? എന്നാൽ താനൊരു കാര്യം ചെയ്യും, ഒരു വീടുണ്ടാക്കിയിട്ടേ അതിൽ ഞങ്ങളൊക്കെ കയറ്റി താമസിപ്പിക്കും. എന്നിട്ട് അതിലൊരു ബോർഡും വെക്കും, ഈ വീടിന്റെ ഐശ്വര്യം ഞങ്ങളാന്ന് പറഞ്ഞിട്ട്. ഒന്ന് വെറുതെ ഇരിയടാ. എടാ നിനക്കൊക്കെ ഇനി ഇവളുടെ വായിന്ന് കേൾക്കണോ? ഗോപി പ്ലീസ്. ഇത് ഹിമ, നിങ്ങൾ അന്വേഷിക്കുന്ന ഹിമ അലക്സ്. ഗോപിക്ക് ഇപ്പൊ എന്തിനേക്കാളും പ്രധാനം സാമിന്റെ നമ്പർ അല്ലേ? തരു അന്ന് തന്നെ എന്നോടെല്ലാം വിളിച്ചു പറഞ്ഞായിരുന്നു. ദാ ആളുടെ നമ്പർ ഇതിലുണ്ട്. എടാ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ അവൻ എടുക്കണമെന്നില്ല, താൻ തന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാണ്, താനൊന്ന് വിളിച്ചു നോക്ക്. അല്ല ഞാൻ അത് മതി. നീ വിളിച്ച എന്തായാലും അയാൾ ഫോൺ എടുക്കാതിരിക്കില്ല. നീ വിളിച്ച എവിടെയാന്ന് ചോദിക്ക. വിളിച്ചു വിളിക്കേ. റിങ് ചെയ്യുന്നുണ്ട്. ഹിമ. ഹലോ ഹിമ, വാട്ട് എ സർപ്രൈസ്. ഇത്രയും നാൾ എവിടെയായിരുന്നു? അതൊക്കെ നേരിട്ട് പറയാം. സാം ഇപ്പൊ എവിടെയാ? എപ്പോഴും ഒന്ന് കാണാൻ പറ്റാ? ഞാനിപ്പോ സ്ഥലത്തില്ല. 2 ദിവസം കഴിഞ്ഞ് കൊച്ചിയിലെത്തും. അത് കുഴപ്പമില്ല, എത്തിക്കഴിഞ്ഞ ഉടനെ ഹിമാനെ വിളിക്കാം. പിന്നെ ഈ അടുപ്പുള്ളവർ അകന്നിരിക്കുമ്പോഴുള്ള വേദന ശരിക്കും ഞാൻ അനുഭവിച്ചു. സാം കൊച്ചിയിൽ എവിടെ താമസം? അഡ്രസ് തരാലോ, നീ നോട്ട് ചെയ്തോ. 7th ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ. പനമ്പള്ളി നഗറിലല്ലേ? ഓക്കെ 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 ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. എവിടെയെന്ന് പറഞ്ഞു? പനമ്പള്ളി നഗറിലാന്നാ പറഞ്ഞ. നമ്മുടെ അടുത്തുള്ള സ്ഥലം. താങ്ക് യു മാത്രം പോരാ, നല്ലൊരു ട്രീറ്റും വേണം. അതെ അതെ. ഇവിടെ ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു പ്രശ്നമില്ല. ഇതെന്താണോ വായിക്കാൻ? അപ്പൊ വായിക്കാനും അറിയില്ല? വായിക്കാൻ അറിയിട്ടില്ല, ഇത് മലയാളം പോയി. 7th ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ. ഇതാ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ നിന്ന് മര്യാദ പറഞ്ഞാൽ പോരുന്നു. ഏത് ബസ് സ്റ്റാൻഡ്? സംഭവം എനിക്ക് അറിയുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാല് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അതിന് പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ നമ്മളെ കുണ്ടന്മാരുണ്ട്. കണ്ടന്മാരല്ല കുണ്ടന്മാര്. ഇവന് അല്ലാത്ത പരിചയമൊന്നുമില്ല, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? തന്റെ അമ്മായിയമ്മൻ ആസ്പത്രിയിൽ പോയി നോക്കുന്ന പരിപാടിയല്ല. അല്ല ഞാനൊന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി എന്തായി? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, നോക്കുന്നുണ്ട്. ഞാൻ അനക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട്, അല്ലാതെ എനിക്ക് എന്നെ കൊണ്ട് കാര്യമൊന്നുമില്ല. എന്നാ മച്ചാ പരിപാടിയൊക്കെ നമ്മൾ വേറെ പരിപാടി. അല്ല ഞാൻ വേറെ കുണ്ടന്മാരെ ഏൽപ്പിച്ചോളാം, അത് പ്രശ്നമൊന്നുമില്ല. എന്തിനാ ബന നോക്കിന്? ബന എന്റെ ഹെഡ്മാഷ്. ഞാൻ വിട്ട പരിപാടി. ഇതാണ് സ്ഥലം. ശരിക്കും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ മതിലേ അടിയിട്ട് വേണം. അതിപ്പോ ഗേറ്റ് തുറന്നെടുക്കല്ലേ? അല്ലടോ, ഈ അഡ്രസ് തന്നെയല്ലേ? ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുമ്പോ കറക്റ്റ് കഴിക്കണം. ഇത് അഡ്രസ് വാ. ശരിയല്ല, അറിയാം ചെല്ലും പറയത്. സത്യം പറയല്ലേ സാമ്? പിന്നെ ആരാണ് സാമ്? എനിക്കെന്താ സത്യം പറ? എത്ര നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ. നീ വിട് വാ. അല്ലേ? എന്നാ പിന്നെ നേരത്തെ പറയണ്ടോ? അതിന് നിങ്ങൾ ചോദിച്ചോ എന്നോട്? ഓ ചോദിച്ചില്ലേ? അതിന്റെ തെറ്റ്. പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. ഇങ്ങനെ ചോദിച്ചാലേ ഇവരൊക്കെ പറയുള്ളൂ. അതാ ഞാൻ അടുത്ത സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ജീവൻ പോയി. ഇങ്ങനെ കണ്ടവൻ ആൾക്കാരുടെ അടുത്ത് വരലുണ്ട്. സാമേട്ടാ,
നീ ഞങ്ങളെ കൊലക്കൊടുക്കാൻ ഞാൻ വന്നതാ. ഓടിയോ നിങ്ങൾ വിട്ടുകൊള്ളാതെ രക്ഷപ്പെട്ടു നീക്ക് എവിടത്തെ ഗുണ്ടിയാടാ ഇവർക്ക് എവിടെ നിൽക്കണം എടാ ആ തള്ളക്ക് ഭ്രാന്താന്നുള്ളത് മനസ്സിലാക്കിയല്ലോ പിന്നെ ഇവിടെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതാ ഞാൻ ഓടിയേ പിന്നെ മറ്റേ സ്ഥലത്ത് നിങ്ങൾ രണ്ടാളും വരണ്ടേ ഞാൻ ഒറ്റ അത് ശരിയല്ല ഞാനാ ഫൈറ്റ് ചെയ്ത് തോന്നുന്നു എടാ അത് ശരിയാവില്ല അതെന്താ ശരിയാവേ അത് മതി ഞാൻ പോയിട്ട് വരട്ടെ. വേട്ടെ ഇവിടുന്ന് കിട്ടൂലേക്കും സമേട്ടാ ആ സാർ വരൂ സാർ അകത്തേക്ക് വരൂ ഇനിയോ ഏ? എന്താ ഇവിടെ സാം എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കണ്ടോ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് വരും. അയ്യോ സാറ് കയറി വരൂ, ഇരിക്കി. അത്ര ലുക്കാണോ സാർ ഒരു ചായ എടുക്കട്ടെ? ഏ എന്താ സാർ? ഹോട്ടലാണോ? അല്ല, വീടാ സാർ. ഇടയ്ക്കിടയ്ക്ക് ചായ വേണോ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഹോട്ടലാന്ന്. സാറിനെ പോലെ സാധാരണ മാന്യന്മാരും അവനെ തിരക്ക് വരാറില്ല. അതാ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചത്. വേണ്ട വേണ്ട. അല്ല ഇനി എപ്പോഴാണ് അയാൾ വരിക? അറിയില്ല സാർ. അപ്പൊ അയാൾ വരികയാണെങ്കിൽ ഒന്നിൻ്റെ ഈ നമ്പറിൽ വിളിക്കണം. ആ ആയിക്കോട്ടെ. ശരി. അപ്പോ വലിയ സന്തോഷമായി. കാലത്ത് ഇങ്ങനത്തെ ഒരാളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ശരി. ആ ശരി. നല്ലൊരു മോൻ. സാറേ എന്താ കാര്യം? പിന്നെ സാറ് അത് വലിയ സംഭവമൊന്നുമില്ല. അവനെ കയ്യും കാലൊന്ന് വെട്ടാനാ. ആ ആണോ? അവൻ അങ്ങനെ തന്നെ വേണം. കുറേ കാലമായി ഞാനും ആഗ്രഹിക്കണം. ചേട്ടാ കിട്ടിയപ്പോ തന്നെ വിളിക്കാട്ടാ. എന്നാ ശരി, കാണാം. എന്തായി ആളെ കണ്ട? അവിടെ ഓനില്ലടോ. ഒരു മാസമായിട്ട് ഇവിടെ ഇല്ല. ഇവിടെ ഒരു പാവം ചെക്കനല്ലോ. ഓനോട് ചായക്ക് വേണം ചോദിച്ചു. ഇയാളെ കൊണ്ടൊന്നും നടക്കില്ല കേട്ടോ. നോക്ക് ഇവന്റെ ആദ്യം മുതൽ എനിക്ക് ഇവന്റെ വർത്താനം ഇഷ്ടപ്പെടില്ല. പറഞ്ഞിരിക്കാം. ഞാൻ എൻ്റെ പാട്ടിനാണ്ട് പോവും. ഗോപി, ആ? ഗോപിക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലാന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. അതല്ല, ഗോപിയുടെ മുഖത്ത് അതുണ്ട്. സാരല്ല, പെട്ടെന്ന് എന്നോട് ക്ഷമിക്കണ്ട. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഒരു സൂഫി നൈറ്റ് ഉണ്ട്. ഗോപി വരുമോ? അല്ല ഞാൻ പ്രതീക്ഷിക്കും. അല്ലടാ, എടാ മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വകതിരിവ് വേണം. നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളൊക്കെ നിന്റെ അച്ഛനല്ലടാ അനുഭവിക്കുന്നത്. നീ ഇവിടെ ഡാൻസും പാട്ടും പാകൂത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. എടാ മിച്ചു, നീ കരുതുന്ന പോലെ ഒന്നും ഇല്ലടാ. എന്തില്ലെന്ന്? എടാ നിന്റെ അപ്പം പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത ഡേറ്റിനെ ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ. അറിയാവോ? അത് നീ പറഞ്ഞല്ലോ. ആ ഞാൻ പറഞ്ഞു, നീ കേട്ടല്ലോ. ആ അല്ലാണ്ട് ഇപ്പൊ ഞാനെന്ത് ചെയ്യാനടാ? അവര് പറയുന്നത്രയും കാശ് കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എടാ അല്ലാണ്ട് അവർ 1 ഇഞ്ച് പുറകോട്ട് പോയില്ലെന്ന് പറഞ്ഞ്. അവരുടെ ഡിമാൻഡ് എത്രയാന്ന് നിനക്കറിയോ? എത്ര? എന്റെ മിച്ചു, അത് 1000-ന്റെയും 10,000-ന്റെയും കേസല്ല. ലക്ഷങ്ങള്. ആ റൂട്ട് നമ്മൾ നോക്കുക വേണ്ട. ഈ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 ലക്ഷം എന്നാ പറഞ്ഞ. ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് ലക്ഷങ്ങൾ മുടിഞ്ഞാച്ചണ്ണ. ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പുര നീ തന്നെ ഒരു വഴി കാണിച്ചടാ. ഓ പിന്നെ ഞാനെങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് അവന്റെ ലക്ഷങ്ങൾ. ആരാ തരുവാ? ആഹാ, ആ വഴി കൊള്ളാം. ബെസ്റ്റ്. എടുക്ക് അണ്ണാ. വാ. ഹലോ. അണ്ണാ ആ തരൂ. ഒതുക്കി വെക്കണേ.